നമുക്ക് കാണാം ഇവിടെ പാലം കടന്നു വരുന്ന ഭാഗത്ത് പുതുതായിട്ട് മെറ്റൽ ലെവൽ ചെയ്യുന്ന കാണാം നമുക്ക്. ഇതാണ് പാലം, നമ്മുടെ പഴയ പാലം ഉള്ള ഒരുക്കങ്ങൾ. ടാറിങ്ങിന് ഫസ്റ്റുള്ള ടാർ ഒഴിച്ച് കാണാം നമുക്ക്. ഇനി അടുത്ത് പൊളിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുന്ന് കാണാം നമുക്ക് പഴയ കൈവരിൻ്റെ കമ്പികളൊക്കെ പുറത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ ഭാഗത്ത് പുതുതായിട്ട് ടാറിങ് പഴയ കൈവരികൾ പൊട്ടിച്ചതിന് ശേഷം പുതിയ രീതിയിലേക്ക് അവർ മാറ്റാനുള്ള ഒരു വർക്കാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് കാണാം ആ പാടത്തിൻ്റെ ഭാഗത്ത് ഒരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയ പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അതുവരേക്കാണ് ഇപ്പോൾ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ടാറിങ്ങിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊളപ്പുറം കൂരിയാടാണ്. ഒരു ബിഗ് അപ്ഡേറ്റ് തരാനാണ്. ഇവിടെ നമുക്ക് കാണാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ ഭാഗത്ത് പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കഴിയല്ല, ടാറിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടാറ് ഒഴിച്ചിട്ടുണ്ട്. സിമെൻറ്റ് മിക്സിൻ്റെ മുകളിൽ ടാറൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരത്തിൽ അങ്ങോട്ട് ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. ഒരു സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. കുറഞ്ഞ ഭാഗത്താണ്, ഇതിൻ്റെ പകുതിയാക്കിയിട്ടാണ്. ഒരു സൈഡിൽ ഇവിടെ നമുക്ക് കാണാം കുറച്ച് ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗത്ത് വീണ്ടും ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്താണ്, കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണ് ലെവൽ ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. നമ്മുടെ കൊളപ്പുറം കൂരിയാട് പാടത്തിൻ്റെ ഭാഗത്തൊക്കെ ഇനിയും കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. ആ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് കാണാം ആ പാടത്തിൻ്റെ ഭാഗത്ത് ഒരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയ പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ അതുവരേക്കാണ് ഇപ്പോൾ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ടാറിങ്ങിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. സിമെൻറ്റ് മിക്സ് ചെയ്തതിൻ്റെ മേലിൽ ടാർ ഒഴിച്ചിട്ടുണ്ട്. കാണാം നമുക്ക്. ഇനി അടുത്ത പ്രോസസ്സിങ് പറഞ്ഞാൽ ഇത് ടാറിങ് നടക്കാനാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സൈഡിൽ നമുക്ക് ആ ഭാഗത്ത് കാണാം നമുക്ക് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് പകുതിയിലേറെ ആയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇനി ആ വാളിൻ്റെ ലെവലിലേക്കാണ് ഇനി കട്ട വെച്ച് വർക്ക് അവസാനിപ്പിക്കാനുള്ളത്. ഇനി പകുതിയോളമുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ കൊളപ്പുറം ഭാഗത്തേക്കൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി തിരിച്ചു വിടുകയായിരുന്നു. കൊളപ്പുറം ഭാഗത്തൂടെ ഹൈവേ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ഇതിൽ തിരിച്ചു വിട്ടിരുന്നത്. ഇതിപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ. ടാറിങ്ങിന് ഫസ്റ്റുള്ള ടാർ ഒഴിച്ച് കാണാം നമുക്ക്. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ടാർ ചെയ്യാനുള്ള അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ കാണാം നമുക്ക്. ഒരു സൈഡിൽ കുറഞ്ഞ ഭാഗത്താണ് ഇനി മണ്ണ് ഫില്ലാക്കാനുള്ളത്. ഇവിടെ അതിന് മണ്ണ് കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ കാണാം. അവിടെ നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാടത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും ഒരു സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ചെറിയൊരു അപ്ഡേഷൻ തരിക എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ്, ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഭാഗത്തുള്ള ടാറിങ്ങും കൂടെ കഴിഞ്ഞ് കൂരിയാട് പാടത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ 1 മണിക്കൂർ അതിൽ കൂടുതലൊക്കെ സമയം എടുക്കാറുണ്ട്. ഇനി അതിൻ്റെ പകുതി അരമണിക്കൂറോളം സമയമൊക്കെ എടുത്താൽ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. ഇനി കൂടുതൽ വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. കുറഞ്ഞ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. തലപ്പാറ ഭാഗത്തും ഇനി കാക്കഞ്ചേരി ഭാഗത്താണ് ഇനി കുറച്ച് വർക്കുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞതുകൊണ്ട് വളരെ വേഗത്തിൽ ഹൈവേയിലൂടെ കടന്നു പോകാൻ പറ്റും. ഇവിടെ ഒന്നും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. കാണാം നമുക്ക് ക്രാഷ് ബാരിയർ ഇങ്ങനെ കമ്പി പൊക്കി വെച്ചത് കാണാം. അതുപോലെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഫിനിഷിങ് വർക്കുകൾ നടക്കാണ്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം.
അങ്ങനെ നമ്മൾ കുളപ്പുറം ഭാഗത്തു നിന്ന് കൂരിയാട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂരിയാട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ മുകളിലാണ്. അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ മണ്ണ് ഫില്ലിങ് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്, പകുതിയിലേറെ ആയിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. അവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇനി വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊന്നും ഇത്രയൊന്നും വർക്ക് കണ്ടിട്ടില്ലായിരുന്നു ഈ ഭാഗത്തൊന്നും. ഇപ്പോൾ ഈ ഭാഗത്താണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. കൂടുതൽ വർക്കേഴ്സും മെഷീനറീസും എല്ലാം കാണാൻ നമുക്ക് ഇവിടുന്ന്. മണ്ണ് ഫില്ലിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ ഒരു തോടിൻ്റെ മുകളിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടുത്ത് ഏകദേശം ആ ബാക്ക് സൈഡിലൊക്കെ പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് മണ്ണ് ഫില്ലിങ്ങും കട്ട വെച്ചുള്ള വർക്കും. ഈ സൈഡിൽ ഏകദേശം പകുതിയോളൊക്കെ ആയിട്ടുണ്ട്. മറ്റൊരു കാഴ്ച, ഈ സൈഡിലേക്ക് വരുമ്പോൾ സർവീസ് റോഡിൽ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അധിക സ്ഥലങ്ങളിലും ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രയാസമുണ്ട് വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ. ഇവിടെ തന്നെ നമുക്ക് കാണാം പകുതിയിലേറെയും ഭാഗം ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്മാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വന്നിട്ടുള്ള പോകുന്ന ഒരു റോഡാണത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത്. ഇനി സൈഡിൽ വാൾ പോലെ കെട്ടാനുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഭാഗത്ത് പാടത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്തുള്ളൂ. ഇതിൻ്റെ സൈഡിൽ ഈ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കട്ട വെച്ചുള്ള വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നു. മണ്ണ് ഫില്ലിങ് നടക്കുന്നു. ഇതാണ് കൂരിയാട് പാടത്തു നിന്നുള്ള കാഴ്ച. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്ന വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഇതാണ് കാണാം. ഇതാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സൈഡിലും ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള കാഴ്ച. നമുക്ക് കാണാം ഇവിടെ പാലം കടന്നു വരുന്ന ഭാഗത്ത് പുതുതായിട്ട് മെറ്റൽ ലെവൽ ചെയ്യുന്നത് കാണാം നമുക്ക്. ഇതാണ് പാലം, നമ്മുടെ പഴയ പാലം. പുതിയ പാലം ഇപ്പുറത്ത്. പുതിയ പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ പാലം പൊളിച്ച് സൈഡിലെ കൈവരികളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ കൂരിയാട് പഴയ പാലം. പഴയ പാലത്തിൻ്റെ സൈഡിലെ കൈവരികളൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുന്ന് കാണാൻ നമുക്ക് പഴയ കൈവരിൻ്റെ കമ്പികളൊക്കെ പുറത്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മുൻഭാഗത്ത് ഇപ്പോൾ മെറ്റൽ ലെവൽ ചെയ്യുന്നുണ്ട്. മെറ്റൽ ഇട്ടിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. സിമെൻറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നേ ചെയ്യുന്ന ഒരു വർക്കാണ് ഇതുപോലെ. അപ്പോൾ വളരെ വേഗത്തിൽ ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണിച്ചിരുന്നു, ഇത് പൊട്ടിക്കുന്നത് മുകൾ ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്തും കൈവരികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കൈവരികൾ പൊട്ടിച്ചതിന് ശേഷം പുതിയ രീതിയിലേക്ക് അവർ മാറ്റാനുള്ള ഒരു വർക്കാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. പഴയ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ടാറിങ്ങൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള കൈവരികൾ പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഇവിടെ പുതുതായിട്ടുള്ള ക്രഷ് ബാരിയർ കൈവരിയൊക്കെ കൊടുക്കുന്നതായിരിക്കും. അവരുടേതായ രീതിയിൽ NRCയുടെ വർക്കിൻ്റെ രീതിയിലേക്ക് മാറ്റുന്നതായിരിക്കും. പക്ഷേ കുറച്ച് വീതിൻ്റെ മാറ്റങ്ങളുണ്ട്. പഴയ പാലം പുതിയ പാലം തമ്മിൽ നല്ല മാറ്റങ്ങളുണ്ട്. അതെന്തായിരിക്കും എന്നറിയില്ല. ഇനി ബാക്കി എന്തായിരിക്കും, ഇനി എക്സ്ട്രാ ആയിട്ട് ഇങ്ങോട്ട് കൂട്ടുമോ അതൊന്നും അറിയില്ല. കാണുന്നത് പഴയ പാലത്തിൻ്റെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഹോളാണ്. ആ ഹോളിൽ ഇവർ ഇങ്ങനെ കയറ് തൂക്കിയിട്ടിട്ടാണ് ഇതിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റിങ് ചെയ്യുന്നതും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു ഇത് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വർക്കാണ് ഇപ്പോൾ താഴെ നടക്കുന്നത്. ഇതാണ് നമ്മളെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. കൂരിയാട് പാലം
ഇവിടെ കാണാം സൈഡിൽ ഒരു സർവീസ് റോഡ് പോലെ പുഴയിലേക്ക് ഭാഗത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്. ആ റോഡിൻ്റെ സൈഡിലും ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇവിടെ കാണാം ഒരു വണ്ടി ട്രാക്ടർ, ഇതിൻ്റെ പുറകിൽ ഒരു മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണ്. അതിൻ്റെ ബ്രഷൊക്കെ അതിൻ്റെ അടിയിലുണ്ട്.